കോമ്പറ്റേറ്റീവ് എക്സാംസ് അല്ലെങ്കിൽ മത്സര പരീക്ഷകൾ എന്ന് പറയുന്നത് പല വ്യക്തികളുടെ ജീവിതത്തിലെയും ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോൺസ് ആണ്. പക്ഷേ ഇത് അവർ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലേക്കുള്ള ഒരു ചവിട്ടുപടി ആകുന്നതിന് പകരം ഈ കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ ആൾക്കാർക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും ബിൽഡപ്പ് ചെയ്യുന്നു. അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഡിറ്റീരിയേറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെ എഫക്റ്റീവായിട്ടൊന്ന് മാനേജ് ചെയ്യാം, ആങ്സൈറ്റി എങ്ങനെ വരാതെ നോക്കാം, വന്നാൽ തന്നെ അത് എങ്ങനെ മാനേജ് ചെയ്യാം, അപ്പം എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എഫക്റ്റീവ്ലി എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, വളരെ സ്ട്രാറ്റജിക്കലി എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം വരേണ്ട പോയിന്റ്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, ഒരു എക്സാമിൻ്റെ നീഡ് നമ്മൾ മനസ്സിലാക്കണം. ആ എക്സാം ഏത് റോളിലേക്കാണ് അല്ലെങ്കിൽ ഏത് പൊസിഷനിലേക്കാണ് ആ എക്സാമിന് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ആദ്യമേ അറിഞ്ഞു വെക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ ടോപ്പിക്ക് ഒന്ന് സ്കെഡ്യൂൾ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈം ടേബിൾ ഉണ്ടാക്കാൻ. അപ്പം എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എഫക്റ്റീവ്ലി എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, വളരെ സ്ട്രാറ്റജിക്കലി എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം വരേണ്ട പോയിന്റ്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, ഒരു എക്സാമിൻ്റെ നീഡ് നമ്മൾ മനസ്സിലാക്കണം. ആ എക്സാം ഏത് റോളിലേക്കാണ് അല്ലെങ്കിൽ ഏത് പൊസിഷനിലേക്കാണ് ആ എക്സാമിന് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ ആദ്യമേ അറിഞ്ഞു വെക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ ടോപ്പിക്ക് ഒന്ന് സ്കെഡ്യൂൾ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈം ടേബിൾ ഉണ്ടാക്കാൻ. പാർക്കിൻസൺസ് ലോയിൽ പറയുന്ന പോലെ നമുക്കൊരു ടോപ്പിക്ക് 1 മണിക്കൂർ കൊണ്ടും പഠിക്കാം, 4 മണിക്കൂർ എടുത്തും പഠിക്കാം, 8 മണിക്കൂർ എടുത്തും പഠിക്കാം. അപ്പോൾ നമ്മൾ ഓൾവേസ് വർക്ക് വിൽ എക്സ്പാൻഡ് അലോങ് ദ അലോക്കേറ്റഡ് ടൈം. അപ്പോൾ നമ്മൾ എത്ര ടൈം അലോട്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് ഈ വർക്ക് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ഡെഡ് ലൈൻസ് നമ്മൾ ഓരോ ടോപ്പിക്കിനും നമ്മൾ കൊടുത്തിരിക്കണം. ഒരു എക്സാമിന് ഒബിയസ്ലി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹൈ ഈൽഡിങ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഹൈ ഈൽഡിങ് ടോപ്പിക്സ് നോട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ഞാനിവിടെ നമുക്ക് വരുന്ന കേസുകളിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, നമ്മൾ പരേറ്റോ പ്രിൻസിപ്പിളിൽ പറയുന്ന പോലെ ഒരു 20% എഫേർട്ട് ഇട്ട് നമുക്കൊരു 80% ഔട്ട്കം കിട്ടുന്ന ടോപ്പിക്സ് നമ്മൾ എന്തായാലും വളരെയധികം നോട്ട് ചെയ്ത് വയ്ക്കുകയും വേണം. അപ്പോൾ ഈ 20% ടോപ്പിക്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അല്ലേ? ഹൈ ഈൽഡിങ് ടോപ്പിക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വളരെ ഈസിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, സിലബസ് വെയിറ്റേജ് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഐഡൻറ്റിഫൈയിങ് ദ ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തൽ വളരെയധികം എസെൻഷ്യൽ പാർട്ടാണ് നമ്മളെ എക്സാം പ്രിപ്പറേഷന്. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പല പല ടെക്നിക്സ് യൂസ് ചെയ്യാം. അതിൽ ഒന്നാണ് നിങ്ങളെല്ലാം കേട്ടിരിക്കും, പൊമഡോറോ ടെക്നിക്സ് നിങ്ങൾ കേട്ടിരിക്കും. സോ നമ്മൾ ഇങ്ങനെ ഒത്തിരി സമയം പഠിച്ച് നമ്മളെ ബ്രെയിനിനെ ഫറ്റീഗിലേക്ക് നയിക്കുന്നതിന് പകരം അഡിക്വേറ്റ് ഇൻ്റർവെൽസ് അതിന് കൊടുത്ത് പഠിക്കുന്ന ഒരു രീതിയാണ് വളരെയധികം എഫക്റ്റീവായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പൊമഡോറോയിൽ പറയുന്ന പോലെ 25 മിനിറ്റ്സ് സ്റ്റഡി, 5 മിനിറ്റ്സ് ബ്രേക്ക്, അങ്ങനെ ഒരു 4 പൊമഡോറോ കഴിയുമ്പോഴേക്കും ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഡിസ്ട്രാക്ഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ സ്ക്രീൻസ്, ഇപ്പോൾ ഗോസിപ്പ് പറച്ചിൽ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് റിവാർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ വൈസ് യൂസേജ് ഓഫ് ദ ഡിസ്ട്രാക്ഷൻ, അത് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ഇതിന് റിവാർഡായിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ അതിൽ നിന്ന് ഡോപ്പമിൻ കണ്ടെത്താൻ തുടങ്ങും. നമ്മുടെ എക്സാം പ്രിപ്പറേഷനിൽ ഒരു ക്രൂഷ്യൽ റോള് വഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റഡിയിങ് എക്കോസിസ്റ്റം. ഈ സ്റ്റഡിയിങ് എക്കോസിസ്റ്റം ക്രാഫ്റ്റ് ചെയ്യുന്നത് വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ സ്റ്റഡി എൻവയോൺമെൻറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ സ്റ്റഡി എൻവയോൺമെൻറ്റ് ആയിരിക്കണം. അപ്പോൾ അവിടെ ചെല്ലുമ്പം തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ ഐഡൻറ്റിഫൈ ചെയ്യണം, ദിസ് ഈസ് എ സ്റ്റഡി ഏരിയ, നൗ വി ഹാവ് ടു സ്റ്റഡി എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് നമ്മളെ ടേബിൾസ് കുറച്ചൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം, നമ്മുടെ റൂം കുറച്ചൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി നോട്ട്സൊക്കെ സോർട്ട് ചെയ്ത് വെക്കുക. സോ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഈവൻ ദോ നമുക്ക് പെറ്റിയാണ്, സില്ലിയാണെന്ന് ആ സമയം കൂടെ നമുക്ക് പഠിച്ചുകൂടെയെന്ന് തോന്നും, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ബ്രെയിനിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറയുന്നത് ദിവസങ്ങളോളം നീണ്ട പ്രയത്നത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ടഫ് എന്നുള്ളൊരു റിയലൈസേഷൻ നമുക്ക് എല്ലാവർക്കും വേണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോ ഫേസസ് ഇസ് എ ഒബ്വിയസ് തിങ്. ആ ലോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂഡ് ഫ്ലക്ച്വേഷൻസ്, ലോ ഫേസസ്, ലോ മൂഡ്സ്, എനർജി ലെവൽസ് വളരെ ഡൗൺ ആവുന്നതൊക്കെ വളരെയധികം ഇതിൽ
ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇത് എങ്ങനെ ഒന്ന് ഓവർകം ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ഇതിൽ വരുന്ന പ്രധാന കാര്യം ഡിസിപ്ലിൻ ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് റെഗുലർലി അല്ലെങ്കിൽ എങ്ങനെ ലോ ഫേസസ് ഉണ്ടെന്ന് നമ്മൾ റിയലൈസ് ചെയ്തതിന് ശേഷം ഒബിയസ്ലി നമ്മൾ ഇതിനെ പ്രിവെൻറ്റീവ് മോഡിലോട്ട് നമ്മൾ പോകണം. ഈ ലോ ഫേസസിനെ എങ്ങനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമ്മുടെ വൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തുകൊണ്ട് ഈ എക്സാം എഴുതുന്നു, ആ വൈ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ വൈ നമ്മുടെ വേറെ ആരെങ്കിലും എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മളൊരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടോ റെസ്പെക്റ്റിന് വേണ്ടിയിട്ടോ ആണെങ്കിൽ ആ വൈക്ക് അത്ര സ്ട്രെങ്ത് പോരായിരിക്കും. ഇനി നമ്മൾ ആ പൊസിഷനിൽ എത്തിയതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്, നമുക്ക് ആ പൊസിഷൻ വളരെ പാഷനേറ്റ് ആയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഉള്ള വ്യക്തമായ ഒരു അവയർനെസ് ഉള്ള ഒരാൾക്ക് ആ വൈ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പം അങ്ങനെ സ്ട്രോങ് വൈ ഉള്ള ഒരാൾക്ക് ലോ ഫേസസ് വളരെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. ഈവൻ ദോ ലോ ഫേസസ് ഹിറ്റ് ചെയ്താൽ പോലും അവർക്ക് ബാക്ക് ടു ട്രാക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ അവർക്ക് കയറാൻ പറ്റും. പക്ഷേ വൈ അത്ര സ്ട്രോങ് അല്ലാത്ത ആളുകൾക്ക് ബാക്ക് ടു ട്രാക്ക് കയറുക എന്നുള്ളത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒറ്റ ഹാക്കേ ഉള്ളൂ, ഡിസിപ്ലിൻ എന്നുള്ള കാര്യം. ഉള്ള വിൽ പവർ കൊണ്ട് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കുക എന്നുള്ള കാര്യം. നമ്മൾ തന്നെ കുറച്ച് റൂൾസ് സെറ്റ് ചെയ്യുക, നമ്മളുടെ ടൈം ടേബിളിൽ നമ്മൾ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒന്ന് അഡാപ്റ്റീവ് സ്കെഡ്യൂളിങ്ങും നമ്മൾ ഇച്ചിരി ഫ്ലെക്സിബിൾ ആയിട്ട് സ്കെഡ്യൂൾ ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് വരുത്തി തീർക്കുക. അതെങ്ങനെയാണ് ഫ്ലെക്സിബിലിറ്റി വരുത്തി തീർക്കുക എന്ന് വെച്ചാൽ നമ്മൾ വീക്ക്ലി അനാലിസിസ്, നമ്മുടെ പ്രോഗ്രസ്സിനെ വീക്ക്ലി നമ്മൾ തന്നെ ഒന്ന് അനാലിസിസ് ചെയ്യണം. ഈ ആഴ്ചയിൽ നമ്മൾ എത്ര ടോപ്പിക്സ് കവർ ചെയ്തു, നമ്മളിട്ട ഡെഡ് ലൈൻസ് മീറ്റ് ആയോ, നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത ആ സ്കെഡ്യൂളിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയോ, നമ്മൾ ഡെലിവർ ചെയ്ത നമ്മുടെ എക്സാം എഴുതിയ പേപ്പേഴ്സ്, മോക്ക് ടെസ്റ്റുകൾ എഴുതിയ പേപ്പേഴ്സ് എത്രത്തോളം ഔട്ട്കം അതിൽ വന്നു, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അനാലിസിസ് പ്രകാരം വീക്ക് ഏരിയാസ് ഒക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വീണ്ടും സ്കെഡ്യൂൾ ഒന്നും കൂടെ ടൈറ്റ് ആക്കുക, ലൂസനപ്പ് ചെയ്യുകയോ നമ്മൾ ചെയ്യണം. പിന്നെ എല്ലാവരും വിട്ടുപോകുന്നതും എന്നാൽ ഈ പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് ഡയറ്റ് ആൻഡ് എക്സസൈസ്. ഇത് ആളുകൾ പലരും വിട്ടുപോകും. ഈ എക്സാം പ്രിപ്പറേഷൻ്റെ ഹസൽ വസലിൽ എല്ലാവരും ഉള്ള എന്തെങ്കിലും ഒരു ആഹാരം കഴിക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റി മാക്സിമം കുറയ്ക്കുക. പക്ഷെ നമ്മുടെ ബോഡി അതിന് വേണ്ടിയിട്ടല്ല ഉണ്ടായിരിക്കുന്നത്. ലാസ്റ്റ് ഒരു 2-3 ജനറേഷൻ കൊണ്ടിട്ടാണ് ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് കാരണം തന്നെ ഒത്തിരി അധികം ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് നമ്മുടെ ബോഡിയിൽ വരുന്നുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ഒരു മെത്തേഡിൽ എന്തോരം ഡാമേജ് ആണ് ബോഡിക്ക് വരുന്നതെന്ന് അല്ലേ. അപ്പം ഈ ഡാമേജ്, അപ്പോൾ എക്സാം ക്ലിയർ ആയാലും ക്ലിയർ ആയില്ലെങ്കിലും ഈ ഫിസിക്കൽ ഡാമേജ് അല്ലെങ്കിൽ ഈ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും വരുന്ന ഡാമേജ് നമുക്ക് റിക്കവർ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. ഈ ഹെൽത്ത് പോയാൽ എല്ലാം പോയി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറ്റ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് എ മസ്റ്റ്. മാത്രമല്ല ബ്രെയിനിന് ആക്റ്റീവ്ലി കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും നല്ലൊരു ഫിസിക്കൽ ഹെൽത്ത്, നല്ലൊരു ഹെൽത്തി ബോഡി ഈസ് ആൻ എസെൻഷ്യൽ. കാരണം ബ്രെയിൻ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ ഫിസിക്കൽ ബോഡി. അടുത്ത് നമ്മൾ അറിയേണ്ട ഒരു ഫാക്റ്റ് ഉണ്ട്. മെമ്മറി എന്ന് പറയുന്നത് ഒരിക്കലും അൺലിമിറ്റഡ് അല്ല, അത് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം വായിച്ചു കൂട്ടിയിട്ടും കാര്യമൊന്നുമില്ല, നമുക്ക് എത്രത്തോളം റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു അതിലാണ് കാര്യം. അപ്പോൾ നമ്മൾ റീറ്റെയിനിങ് ടെക്നിക്സിൽ നല്ലപോലെ ഫോക്കസ് ചെയ്യണം. നമ്മൾ ആക്റ്റീവ്ലി നോട്ട്സ് ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ അസോസിയേറ്റീവ് സ്റ്റഡി മെത്തേഡ്, ഒന്ന് ആൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോളജിലേക്ക് ന്യൂ ലേണിംഗ്, ന്യൂ ഇൻഫർമേഷൻ ലിങ്ക് ചെയ്യുന്ന ഒരു രീതിയിൽ സ്റ്റഡി ചെയ്തെടുക്കുക. ഒത്തിരി ഷോർട്ട് കട്ട്സ്, ന്യൂമോണിക്സ്, മൈൻഡ് മാപ്സ് അതിനെയൊക്കെ ഒന്ന് നോക്കിയിട്ട്, ഇപ്പോൾ ഒത്തിരി അതിന് തന്നെ AIs ഒത്തിരി അവൈലബിൾ ആണ്. സോ യു ക്യാൻ യൂസ് ദാറ്റ്. സോ ആ ഒരു രീതിക്ക് ഇതിനെ എളുപ്പ വഴി എങ്ങനെയാണെന്നുള്ളത് എല്ലാം നോക്കി വെക്കുക. പിന്നെ കോൺസെപ്റ്റുകൾ നല്ല ക്ലിയർ ആവുക എന്നുള്ളതാണ് മെമ്മറി റീറ്റെയിൻ ചെയ്യാൻ ഏറ്റവും പ്രധാന വഴി. കോൺസെപ്റ്റുകൾ ക്ലിയർ ആവുക എന്നുള്ളത്, നമ്മളൊരു കാര്യം, ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു, അതിൻ്റെ നോട്ട് എടുത്തു, നോട്ട് എഴുതി വെച്ചിട്ട് എല്ലാവരും ചെയ്യുന്ന റിവിഷൻ എന്ന് പറയുന്നത് ഈ നോട്ട് വായിച്ചു നോക്കലാണ്. പക്ഷെ നോട്ട് വായിച്ചു നോക്കലല്ല ആക്ച്വൽ റിവിഷൻ. നോട്ട് വായിച്ച് തുടങ്ങുന്ന മുതലാണ് നമ്മൾ ആക്ച്വലി പഠിക്കുന്നത്. അപ്പം ഇത് രണ്ടാമത് നമ്മൾ നോട്ട് വായിച്ച് നമ്മുടെ നോട്ട് എപ്പോഴാണോ ഒരാൾക്ക് ആ നോട്ട് നോക്കാതെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നത്, അപ്പോഴാണ് ആക്റ്റീവ്ലി നമ്മൾ റീകോൾ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് നമ്മുടെ മെമ്മറി അവിടെ സ്ട്രോങ് ആവുന്നതും ആ ടോപ്പിക്ക് ഏറ്റവും കൂടുതൽ കാലം അവിടെ റീറ്റെയിൻ ആവുകയും ചെയ്യും സ്വാഭാവികമായിട്ടും.
അതുകൊണ്ട് തന്നെ റിവിഷൻ ഈസ് ദ കീ. റിവിഷൻ നോൺ നെഗോഷ്യബിൾ ആണ്. റിവിഷൻ എത്രത്തോളം കൂടുതൽ, എസ്പെഷ്യലി ഹൈ ഈൽഡിങ് ടോപ്പിക്സ് എത്രത്തോളം കൂടുതൽ, മാത്രമല്ല മെമ്മറൈസ് ചെയ്യാൻ കൂടുതൽ പാടുള്ള കാര്യങ്ങൾ എത്രത്തോളം കൂടുതൽ നമ്മൾ റിവൈസ് ചെയ്യുമോ അത്രത്തോളം കൂടുതൽ റീറ്റെയിൻ ചെയ്യും. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ എങ്ങനെയാണ് പഠിച്ചെടുത്തത്, നമ്മൾ അത്രത്തോളം റിവൈസ് ചെയ്ത് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവിഷൻ ഈസ് ദ കീ. പിന്നെ ലാസ്റ്റ് വരുന്നൊരു കാര്യമാണ്, ഇത് അവനവൻ്റെ ചോയ്സാണ്. നമ്മളെ സോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളത്, നമുക്ക് പറ്റിയ സോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക എപ്പോഴും. ഇപ്പം ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്ന സോഴ്സ് ചിലപ്പം നമ്മുടെ ഒരു സ്റ്റഡി മെത്തേഡുമായിട്ട് മാച്ച് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റഡി മെത്തേഡുമായിട്ട് മാച്ച് ആവുന്ന ഒരു സോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ സിമിലർ ടാസ്ക് നമ്മൾ ബാച്ച് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള നോളജുകൾ ഒരുമിച്ച് പഠിക്കാൻ നോക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ടൊരു കാര്യം വായിക്കുമ്പോൾ നമ്മൾ ആൾറെഡി പഠിച്ചൊരു കാര്യവും കൂടെ ആണെങ്കിൽ അതിൻ്റെ കൂടെ ആ നോട്ടിലൂടെ ചേർത്ത് എഴുതാനുള്ള ബാച്ചിങ് ചെയ്യാനുള്ള വഴിയും നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കണം. ഇത് പ്രിപ്പറേഷൻ ടൈമിലുള്ള കാര്യം. പ്രിപ്പറേഷൻ ടൈമിൽ ചെറിയ ആങ്സൈറ്റി ഒക്കെ വന്നാലും ഒരുവിധം നമ്മളെ കൊണ്ട് മാനേജ് ആയിക്കൊണ്ട് പോകും. ഈവൻ ദോ ചെറിയ ഇടയ്ക്കിടയ്ക്ക് ആങ്ഷ്യസ് ആവുമെങ്കിലും പിന്നെ ആങ്ഷ്യസ് അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഒരുവിധം മാനേജബിൾ ആയിട്ട് തോന്നും. പക്ഷേ ഇനി എക്സാംസ് അനൗൺസ് ചെയ്യാൻ തുടങ്ങി അല്ലേ, എക്സാംസ് അനൗൺസ് ചെയ്തു, ഇനി കുറച്ച് സമയമുള്ളൂ എക്സാമിന്, ഒരു മാസമേ ഉള്ളൂ. അപ്പോഴേക്ക് ആങ്സൈറ്റി കുറച്ചുകൂടെ അങ്ങ് കൂടാൻ തുടങ്ങും നമുക്ക്. അപ്പോൾ ഈ ആങ്സൈറ്റി എന്നുള്ളത് ഒരു നാച്ചുറൽ റെസ്പോൺസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കലാണ് ഇവിടെ ആദ്യത്തെ പടി. നമുക്കുണ്ടാവുന്ന ആങ്സൈറ്റി കൊണ്ടുണ്ടാവുന്ന ഫിസിക്കൽ റെസ്പോൺസസ്, അതായത് ഹാർട്ട് ബീറ്റ് കൂടുക, ബ്രീത്തിങ് ഹെവി ആവുക, സ്വെറ്റിങ്, കൈകാലുകളൊക്കെ ഇച്ചിരി ഒന്ന് വിറയ്ക്കുക, ഇതൊക്കെ നാച്ചുറൽ റെസ്പോൺസ് ആണ്. ഒബിയസ്ലി പെർഫോമൻസ് എൻഹാൻസിങ് ആങ്സൈറ്റി ആണ്, അതായത് ബോഡിയെ ഒരു അലേർട്ട് മോഡിലോട്ട് അത് കൊണ്ടുപോവുകയാണ്, സോ ദാറ്റ് വി ക്യാൻ ഫേസ് ദ എക്സാം. പക്ഷേ ഇതൊരു സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ, അതായത് ബ്ലാങ്ക് ഔട്ട് ആവുക, നമുക്ക് നെഗറ്റീവ് തോട്ട് പാറ്റേൺസ് ഉണ്ടാവുക, നമ്മളെക്കുറിച്ച് തന്നെ സെൽഫ് ഡൗട്ട് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിലോട്ട് എത്തുന്തോറും നമ്മളെ ഗ്രോത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ആങ്സൈറ്റി ആയി മാറി, അത് ഡിറ്റീറിയേറ്റിംഗ് ആങ്സൈറ്റി ആയി മാറി. ഇവിടെ നമ്മൾ ആക്ട് ചെയ്തേ പറ്റൂ. ഈ ആങ്സൈറ്റിയെ നമ്മൾ ഡീൽ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ പ്രിപ്പയർ ചെയ്ത മൊത്തം വെള്ളത്തിലാവും. അപ്പോൾ ഈ ആങ്സൈറ്റി എന്തൊക്കെ കൊണ്ടുവരാം അല്ലേ? പ്രധാനമായിട്ട് ഒത്തിരി കാരണങ്ങളുണ്ടെങ്കിലും എക്സാം ആങ്സൈറ്റി അല്ലെങ്കിൽ ടെസ്റ്റ് ആങ്സൈറ്റി എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു 3 റീസൺസ് കൊണ്ടാണ് വരുന്നത്. ജനറലി പറയുവാണെങ്കിൽ ഫിയർ ഓഫ് അൺനോൺ. ഒബിയസ്ലി നമ്മൾ ടോപ്പിക്സുമായിട്ട് അത്ര ഫെമിലിയറൈസ് ആയിട്ടില്ലെങ്കിൽ, ടോപ്പിക്സ് നമ്മൾ റിവിഷൻസ് ഒന്നും ആക്റ്റീവ്ലി നടന്നിട്ടില്ലെങ്കിൽ ഒബിയസ്ലി നമുക്ക് കാര്യങ്ങൾക്ക് അത്ര ഗ്രാഹ്യം പോരാ, നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിയർ ഓഫ് അൺനോൺ, ഇത് ഒരു അൺനോൺ ബ്രെയിനിന് എപ്പോഴും ഉള്ള ഒരു പ്രത്യേകത, അൺനോൺ സാധനങ്ങളെല്ലാം അല്ലെങ്കിൽ ന്യൂ തിങ്സ് എല്ലാം അല്ലെങ്കിൽ അറിയാത്ത സാധനങ്ങളെല്ലാം ഡേഞ്ചർ ആണെന്നുള്ളൊരു ഒരു തിങ്കിങ് പ്രോസസ്സ് ബ്രെയിനിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം ഫെമിലിയറൈസ് ചെയ്യാൻ പറ്റുമോ ടോപ്പിക്കിനെ അത്രത്തോളം നല്ലത്. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഫെമിലിയറൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ടൈപ്സ്, ക്വസ്റ്റ്യൻ പാറ്റേൺസ് നമ്മൾ ഫെമിലിയറൈസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് എക്സാംസ് എഴുതണം, സ്ഥിരമായി മോക്ക് ടെസ്റ്റ് ചെയ്യണം. മോക്ക് ടെസ്റ്റുകൾ കൊടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇപ്പം അൺസൂപ്പർവൈസ്ഡ് ടെസ്റ്റുകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വി ഹാവ് ടു സിമുലേറ്റ് ദ എക്സാം കണ്ടീഷൻസ് ആസ് സച്ച്. അതായത് ടൈമർ കൃത്യമായിരിക്കണം. ആ ടൈമിനകത്ത് ഓരോ ക്വസ്റ്റ്യൻ അലോട്ട് ചെയ്തേക്കുന്ന ടൈമിനകത്ത് എത്ര തന്നെ നമുക്ക് അറിയാമെങ്കിൽ എഴുതി തീർക്കാൻ നോക്കണം. ആ സ്ട്രിക്റ്റ് നമ്മൾ ആ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ ആ എക്സാമിനെ അപ്രോച്ച് ചെയ്യാവൂ. കാരണം ആക്ച്വൽ എക്സാമിന് നമുക്ക് അത്രമാത്രമേ ടൈം കിട്ടൂ. നമുക്ക് എത്രയൊക്കെ അറിഞ്ഞാലും അത്രമാത്രമേ ടൈം കിട്ടൂ. രണ്ടാമത് വരുന്ന ഫിയർ ഓഫ് ഇൻകോമ്പിറ്റൻസിയാണ്. ഫിയർ ഓഫ് ഇൻകോമ്പിറ്റൻസി എന്ന് പറയുമ്പം എൻ്റെ പ്രിപ്പറേഷൻ അത്ര പോരാ, അയ്യോ ഞാൻ തോക്കുമോ, ആം ഐ എ ഫെയിലുവർ, സെൽഫ് ഡൗട്ട് വരാൻ തുടങ്ങി, നമ്മുടെ കോൺഫിഡൻസ് കുറയാൻ തുടങ്ങി. അപ്പോൾ ഒരു ഇൻകേപ്പബിൾ ഫീലിംഗ് നമുക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഈ ഇൻകേപ്പബിലിറ്റി നമുക്ക് തടയാൻ ഒരു മാർഗമേ ഉള്ളൂ, നമ്മൾ ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളതാണ്. അതായത് ഒരു ഡേയെ 4ആയിട്ട് ഡിവൈഡ്, ഫോർ എക്സാമ്പിൾ ഒരു 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ക്വാർട്ടറുകളായിട്ടാണ് ആ ഡേയെ നമ്മൾ കാണുന്നതെങ്കിൽ, ഈവൻ ദോ 2-3 ക്വാർട്ടർ നമ്മളെ കയ്യിൽ നിന്ന് പോയാൽ പോലും ലാസ്റ്റത്തെ ക്വാർട്ടർ നമ്മൾ ആഞ്ഞൊന്ന് പിടിക്കുവാണെങ്കിൽ നമുക്ക് അപ്പോഴേക്കും ആ ദിവസത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടാക്കിയെന്ന് നമുക്കൊരു ഓട്ടോമാറ്റിക്കലി തോന്നും. ഈ അറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്ന പോലെ കൺസിസ്റ്റൻസി ഈസ് ദ കീ. നമ്മൾ ഡെയിലി നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ ആ ടേബിളിൽ ആ ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നേ പറ്റും. അത് എന്തൊക്കെ എൻഗേജ്മെൻ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച സ്കെഡ്യൂളിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. നമ്മൾ പഠിച്ചില്ലെങ്കിലും സാരമില്ല, പക്ഷെ ആ എഫേർട്ട് നമ്മൾ എടുത്തേക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ്ലി മനസ്സിനകത്തൊരു തോന്നൽ വരും, നമ്മൾ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്തിട്ടില്ല. ഓട്ടോമാറ്റിക്കലി നമുക്ക് കോൺഫിഡൻസ് കൂടും.
ആ സ്ട്രിക്റ്റ് സ്കെഡ്യൂളിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ സ്കെഡ്യൂളിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തത് നമുക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് കൂടും, സെൽഫ് ഡൗട്ട് കുറയും. ഇനി ഡീപ്പർ റൂട്ട്സ് ആണ് ഇതിന്. പലതും നമ്മുടെ ഒരു ഫിക്സഡ് ബിലീഫ്സ് അല്ലെ വാല്യൂസ് കാരണം ഡീപ്പർ റൂട്ടഡ് ആയിട്ടുള്ള ആങ്സൈറ്റി ആണ് അല്ലെ ഇൻകേപ്പബിലിറ്റി ഫിയർ ആണ് നമുക്ക് അവിടെ വരുന്നതെങ്കിൽ ഒബിയസ്ലി അവിടെ നമ്മൾ പേഴ്സണലൈസ്ഡ് അപ്രോച്ച് കൊടുക്കണം. മാത്രമല്ല ഒരു കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് അവിടെ ആവശ്യമാണ്. അപ്പോൾ ഒരു തെറാപ്യൂട്ടിക് അപ്രോച്ച് ഇവിടെ കൊടുക്കാൻ കഴിയുന്നത് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഈ ഓട്ടോമാറ്റഡ് നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെ ചലഞ്ച് ചെയ്യാമെന്ന് നമ്മുടെ കേസസിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഹൗ ടു ചാലഞ്ച് ദാറ്റ്. അത് കാരണം ഇവിടെ പേഷ്യൻ്റ് സബ് കോൺഷ്യസ്ലി ഒരു നെഗറ്റീവ് സ്ക്രിപ്റ്റാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഒരു നെഗറ്റീവ് സ്റ്റോറി. സോ ഇതിനെ തെറാപ്പി ഉപയോഗിച്ച് എങ്ങനെ റീറൈറ്റ് ചെയ്ത് അവർക്ക് ഗ്രോത്തിനുള്ള ഒരു സ്റ്റോറി ആക്കി അതിനെ എങ്ങനെ റീറൈറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രമിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഫിയർ, അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിയർ ആണ്, ഒട്ടുമിക്കവർക്കും ഉണ്ടാവും. ഫിയർ ഓഫ് സ്റ്റേക്സ് അല്ലേ, പ്രതീക്ഷകളുടെ ഒരു ഭാരം. എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നെ കൊണ്ട്. മാത്രമല്ല നമ്മൾ പലരും ജോബ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കും ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഉപരിപഠനത്തിനുള്ള സമയമായിരിക്കും ഇതിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കിട്ടിയില്ലെങ്കിൽ എന്താവും വാട്ട് ഇഫ്. അപ്പോൾ അങ്ങനെ കോൺസിക്വൻസസിനെ കുറിച്ച് ആലോചിച്ച് നമുക്ക് വരുന്ന ഒരു ആങ്സൈറ്റി. അപ്പം ഇത് എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് വെച്ചാൽ നെഗറ്റീവ് കോൺസിക്വൻസസിലാണ് ഇവിടെ ഫോക്കസ് കൂടുതൽ വരുന്നത്. അപ്പോൾ ആ ഫോക്കസ് ഷിഫ്റ്റിംഗ് ആണ് ശരിക്കും ആവശ്യം. ആ ഫോക്കസ് വാട്ട് ക്യാൻ ബി ഡൺ എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ഷിഫ്റ്റിംഗ് നടന്നു പോയാൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ ആങ്സൈറ്റി ഡീൽ ചെയ്യാം. വാട്ട് ഇസ് ദ വേഴ്സ്റ്റ് കുഡ് ഹാപ്പൻ ആൻഡ് ഹൗ ക്യാൻ ഐ ഡീൽ ദാറ്റ് എന്നൊരു മോഡലിൽ തിങ്കിങ് പ്രോസസ്സ് കൊണ്ടുവരണം. അപ്പോൾ അവിടെ നമ്മുടെ ഒരു ബ്രെയിൻ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആൾറെഡി ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് റീവയറിങ് ചെയ്തിട്ട് അതിന് കണക്കാക്കിയുള്ള എക്സസൈസസ് ഒക്കെ ചെയ്ത് നമ്മൾ അതിനെ ഫോക്കസ് ഷിഫ്റ്റിംഗ് നമ്മൾ അവിടെ ചെയ്യണം. അല്ലെങ്കിൽ ഫോക്കസ് ഷിഫ്റ്റിംഗ് എക്സസൈസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒബിയസ്ലി ഇതിന് ഹെൽപ്ഫുൾ ആവും. ഇനി ഈ ആങ്സൈറ്റി ഇനി കൂടിക്കൂടി വരാൻ പോകുന്നത് ഡേ ബിഫോർ എക്സാം ആണ് അല്ലേ. ഇനി ഡേ ബിഫോർ എക്സാം എത്തി നമ്മൾ. അപ്പം ഈ എക്സാമിൻ്റെ തലേന്ന് നമ്മൾ നല്ലോണം ആങ്ഷ്യസ് ആവും അല്ലേ. ആങ്സൈറ്റി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ സമയം നല്ലോണം ആങ്ഷ്യസ് ആവും. അപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഉറങ്ങണം, ഒരു 7-8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയേക്കണം എന്നുള്ള കാര്യം. ഇപ്പം പക്ഷെ കിടന്നാൽ ഉറക്കം വരുമോ? ഇല്ല. ഈ ഉറക്കം കുറയുന്നതുകൊണ്ട് തന്നെ ആങ്സൈറ്റി കൂടുകയും ചെയ്യും. എന്താ എനിക്ക് ഉറക്കം വരാത്തതെന്ന് ആലോചിച്ച് ആങ്സൈറ്റി ഡബിൾ ആവും. അപ്പോൾ നമ്മൾ കിടന്നു, നമുക്ക് ഉറക്കം വന്നില്ലെങ്കിലും നമ്മൾ വലുതായിട്ട് മൈൻഡ് ചെയ്യേണ്ട, കുഴപ്പമില്ല. ഇത്രയും നാളും ശരീരത്തിന് പ്രോപ്പറായി റെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒബിയസ്ലി ഒരു ദിവസത്തേക്ക് ശരീരം എപ്പോഴും സ്റ്റോർ ആൻഡ് സ്റ്റാർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് മുതലേ കാലാകാലങ്ങളായിട്ട് ജനറേഷൻസ് ആയിട്ട് മനുഷ്യന് ഫുഡ് കിട്ടാത്തപ്പോഴും ഉറക്കം കിട്ടാത്തപ്പോഴും സ്റ്റാർവ് ചെയ്തിട്ട് ഫുഡ് കിട്ടുന്ന അല്ലെങ്കിൽ ഉറക്കം സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടുന്ന സമയം സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഉറക്കം കിട്ടിയില്ല എന്ന് വെച്ച് വലിയ ഡാമേജ് ഒന്നും വരാൻ പോകുന്നില്ല. കിട്ടുന്ന ഉറക്കത്തിനെ നമ്മൾ കളയണ്ട, ആങ്ഷ്യസ് ആയിട്ട് കളയണ്ട. ഡീപ്പ് ഉറക്കമാവണമെന്ന് നെസസറി അല്ല. നമുക്ക് ചിലപ്പോൾ ലൈറ്റ് സ്ലീപ്പ് ആയിരിക്കും കിട്ടുന്നത്. എനിവേ യു ബി ഹാപ്പി. നമുക്ക് എത്ര ഉറക്കം കിട്ടുന്നോ അതിൽ ഹാപ്പി ആവുക എന്നുള്ളതാണ്. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അങ്ങനെ പറയാവൂ നമ്മളോട്. നെക്സ്റ്റ് ഒരു ദിവസം മുന്നേ ഒക്കെ ആയാലും 1-2 ദിവസം മുന്നേ ഒക്കെ നമ്മളൊരു ചെറിയ ലൈറ്റ് എക്സസൈസ് ബോഡിക്ക് നല്ല ഒരു മൊബിലിറ്റി കൊടുക്കണം ഫോർ ദ ഒരു സർക്കുലേഷനൊക്കെ നല്ല പ്രോപ്പർ ആവാൻ വേണ്ടി. പിന്നെ അതുപോലെ ഒബിയസ്ലി ലൈറ്റ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക എന്നുള്ളത്. കാരണം ഇതൊക്കെ ഒബിയസ്ലി വയറിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ആങ്സൈറ്റി കൂടും നമുക്ക്. അപ്പം ആങ്സൈറ്റി നമുക്കൊരു വിഷയമാണെങ്കിൽ നമ്മൾ ഇതിലൊക്കെ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ തലേന്ന് നോ സർപ്രൈസസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാം വെന്യൂ, ടൈം ഇതൊക്കെ നമ്മൾ ആൾറെഡി നോക്കി തിട്ടപ്പെടുത്തി വെക്കണം. എക്സാമിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ടോ, ഡ്രസ് കോഡ്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രോപ്പറായി വായിച്ചു നോക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പുതിയ ടോപ്പിക് എടുത്ത് വെറുതെ പഠിക്കാതിരിക്കുക എന്നുള്ളത്. ആ സമയം നമ്മൾ ആങ്സൈറ്റി കൂട്ടും. മാക്സിമം റിവിഷൻ നടത്തുക, ക്വിക്ക് റീകോൾ ചെയ്യുക, ഹൈ ഈൽഡിങ് ടോപ്പിക്സ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുക. പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം മോക്ക് ടെസ്റ്റ് തലേന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളത്. മോക്ക് ടെസ്റ്റ് തലേന്ന് എന്തായാലും കൊടുക്കണ്ട. തലേന്നോ അതിന് ഒരു 2 ദിവസം മുന്നേ നമ്മൾ കൊടുക്കാതിരിക്കുക. കാരണം അഥവാ നമ്മുടെ പെർഫോമൻസ് അതിൽ ഡെലിവർ ആവുന്നത് ഇച്ചിരി പുവർ ആയിട്ടാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് എല്ലാം അത് തകർക്കും. നമ്മൾ അതുവരെ പഠിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ മറക്കാൻ ആ കോൺഫിഡൻസ് ഇല്ലായ്മ മാത്രം മതി.
ഇനി എക്സാം ഡേ അല്ലേ, എക്സാം ഡേ എന്ന് പറയുമ്പോൾ ആ ഡേയിൽ നമുക്ക് ഇൻ ദ മൊമെൻറ്റ് കോപ്പിംഗ് മെക്കാനിസം ആണ് വേണ്ടത്. ആ മൊമെൻറ്റിൽ എങ്ങനെയൊക്കെ കോപ്പപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ആങ്സൈറ്റി അറ്റ് ദ പീക്ക് ആയിരിക്കും അന്ന് രാവിലെ, ഈവൻ ദോ നമ്മൾ നേരത്തെ തന്നെ എക്സാം വെന്യൂവിൽ എത്തി, എന്നാൽ തന്നെ ആങ്സൈറ്റി ഇങ്ങനെ കൂടി വരാൻ തുടങ്ങും. അപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാം? ആദ്യം സെൽഫ് സൂതിങ് എക്സസൈസസ് അല്ലെങ്കിൽ സെൽഫ് സൂതിങ് ടെക്നിക്സ് നമുക്ക് പ്രയോഗിച്ച് നോക്കാമെന്നുള്ളത്. സെൽഫ് സൂതിങ് ടെക്നിക്സ് ഒബിയസ്ലി നമുക്ക് ബ്രീത്തിങ് എക്സസൈസസ് ആയിരിക്കും. ബ്രീത്തിങ് എക്സസൈസസ് എന്ന് പറയുമ്പോൾ പല വെറൈറ്റി ഉണ്ട്, അതിൽ പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ബോക്സ് ബ്രീത്തിങ് ഉണ്ട്, 4-4-4 ബോക്സ് ബ്രീത്തിങ്ങിന് തന്നെ 4-4-4 പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4-7-8 ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ റിതമിക് ബ്രീത്തിങ് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ടെക്നിക്സ് ഉണ്ടെങ്കിലും ഞാൻ യൂഷ്വലി പറഞ്ഞു കൊടുക്കുന്നത് മോസ്റ്റ് ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമ്മളെ കയ്യിൽ ഇപ്പം എക്സാമിന് കയറുന്നതിന് മുന്നേ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അതിൻ്റെ കോർണേഴ്സ് ഉണ്ടാവും അല്ലെ, റെക്ടാങ്കിൾ ഷേപ്പ് ആയിരിക്കും ആ ബുക്ക്, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ്ഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എഡ്ജിൽ കൂടെ നമ്മളിങ്ങനെ കൈ ഓട്ടിക്കുക അല്ലേ. അപ്പോൾ ഇൻഹേൽ ചെയ്യുക, അപ്പോൾ അതൊക്കെ കൈ ഓട്ടിക്കുക, ഇൻഹേൽ ചെയ്യുക, അടുത്ത എഡ്ജിലേക്ക് എത്തുമ്പം ഹോൾഡ് ചെയ്യുക, പിന്നെ അടുത്ത എഡ്ജിലേക്ക് എത്തുമ്പം എക്സ്ഹേൽ ചെയ്യുക, പിന്നെ അടുത്ത എഡ്ജിലേക്ക് എത്തുമ്പോൾ ഹോൾഡ് ചെയ്യുക. ഇതിങ്ങനെ ഒരു 5 റൗണ്ട്സ് 6 റൗണ്ട്സ് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ ബ്രീത്തിങ് വളരെ സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങും, ഹാർട്ട് ബീറ്റ് കുറച്ച് കുറയാൻ തുടങ്ങും. പിന്നെ ഒബിയസ്ലി നമുക്ക് ഡീപ്പ് സൈസ് എടുക്കാം. പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഫിസിയോളജിക്കൽ സൈസ്. നമ്മൾ നല്ല ഡീപ്ലി ശ്വാസം വലിച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു സിപ്പും കൂടെ എടുത്തിട്ട് നല്ല സ്ലോലി എക്സ്ഹേൽ ചെയ്ത് വിടുക എന്നുള്ളത്. സൈയിങ്, നമ്മൾ നെടുവീർപ്പിടുക എന്ന് പറയില്ല, അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ. അതും കുറച്ച് നമ്മളെ ബോഡി റിലാക്സ് ചെയ്യും. പിന്നെ മെയിനായിട്ട് ഞാൻ പറയുന്ന കാര്യം കുറച്ചുകൂടെ, അതായത് നമ്മുടെ എക്സാമിനൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷം ഒരു കൂൾ ഓഫ് പീരീഡ് നമുക്ക് കിട്ടും. ആ കൂൾ ഓഫ് പീരീഡിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് ഈ 5-4-3-2-1 എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. 5-4-3-2-1 കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും ചെയ്യാം, കുറച്ച് ക്യുക്കായിട്ടും ചെയ്യാം. അപ്പോൾ ആ സമയം ക്യുക്ക് മെത്തേഡായിരിക്കും നമുക്ക് ഉപകാരപ്പെടുക. 5-4-3-2-1 എന്ന് പറയുമ്പം 5 തിങ്സ് യു സീ, ഫോക്കസ് ഓൺ ദ 5 തിങ്സ് യു സീ. ആ എക്സാം ഹാളിൽ നമുക്ക് കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ കയ്യിൽ ആൻസർ ഷീറ്റാണ് ഇരിക്കുന്നതെങ്കിൽ ആൻസർ ഷീറ്റിൽ ഇങ്ങനെ വരയിട്ടതാണോ വെളുത്തതാണോ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ജസ്റ്റ് വേണമെങ്കിൽ നോക്കാം. പിന്നെ എക്സാമിനർ ഉണ്ട്, അപ്പോൾ ഇങ്ങനെയൊക്കെ നോട്ട് ചെയ്യുക. ടേബിളുണ്ട്, കസേരയുണ്ട്, കുട്ടികളുണ്ട്, അപ്പോൾ ഇങ്ങനെയൊക്കെ നോട്ട് ചെയ്യുന്ന 5 കാര്യങ്ങൾ. നെക്സ്റ്റ് 4 തിങ്സ് യു ഫീൽ, ദേഹത്ത് ഫീൽ ചെയ്യാൻ കഴിയുന്ന 4 കാര്യങ്ങൾ. സ്കിന്നിൽ ഫീൽ ചെയ്യാൻ കഴിയുന്ന ഒബിയസ്ലി ഡ്രസ്സ്, വാച്ച്, നമുക്ക് സ്വെറ്റി പാംസ് ഉണ്ടെങ്കിൽ അത് ഫീൽ ചെയ്യാൻ പറ്റും. കൈ തണുത്തിരിക്കുകയാവും, അത് ഫീൽ ചെയ്യാൻ പറ്റും. തറയിലെ കാല് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ, കാല് തറയിൽ തൊടുന്നത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ. ഇനി 3 തിങ്സ് യു ഹിയർ, കേൾക്കാൻ പറ്റുന്ന 3 കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി 2 തിങ്സ് യു സ്മെൽ, വരുന്ന 2 സ്മെൽസ്. ഒബിയസ്ലി അവിടെ വരുന്ന സ്മെല്ല് ഇപ്പോൾ ആൾക്കാരടിച്ച് പെർഫ്യൂംസ് ആവാം, അല്ലെങ്കിൽ വേറെ അടുത്ത എവിടെയെങ്കിലും കുക്കിംഗ് നടക്കുന്നെങ്കിൽ ഫുഡിൻ്റെ സ്മെല്ല് കിട്ടാം. അപ്പം നമ്മളെ തന്നെ ചിലപ്പോൾ ഒരു സ്മെല്ല് വരാം. അപ്പം അങ്ങനെ ആ സ്മെൽസ് കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ലാസ്റ്റ് 1 തിങ് യു ടേസ്റ്റ്. ആ ടേസ്റ്റ്, നമുക്ക് വായിൽ എന്ത് ടേസ്റ്റാണോ ഉള്ളത് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരു വേണമെങ്കിൽ നമുക്കൊരു ടിപ്പ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. യൂഷ്വലി നമുക്കിപ്പോൾ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എക്സാം ഹാളിൽ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുമ്പോൾ ആ ടേസ്റ്റ് വായിൽ വരുന്ന വിധത്തിൽ എപ്പോഴും പഠിക്കുക. ഇപ്പോൾ ഒരു ടിപ്പായിട്ട് ഞാൻ യൂഷ്വലി പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം സ്മെല്ല് നമ്മുടെ സെൽഫ് സൂതിങ് ആയിട്ടുള്ള സ്മെല്ലുണ്ടെങ്കിൽ അത് നമുക്ക് ആ എക്സാം ഹാളിൽ നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാം. നമ്മുടെ ഡ്രസ്സിലോ വല്ലതും തേക്കുന്ന ഒരു നല്ല സെൻറ്റ്, നല്ലൊരു പെർഫ്യൂം ഉണ്ടെങ്കിൽ, നല്ല മണമുള്ള പെർഫ്യൂം നമുക്ക് എപ്പോഴും സൂതിങ് ആയിരിക്കും. അതുപോലെ തന്നെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാൻഡി ഉണ്ടെങ്കിൽ കയറുന്നതിന് മുന്നേ നമുക്കത് കഴിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ ഈ ടേസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഒബിയസ്ലി ഇതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ തന്നെ കുറച്ചൊന്ന് കാമാവും, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പോൾ ബ്രെയിൻ കുറച്ചൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും, കുറച്ചൊന്ന് കാമാവും. അടുത്ത ടെക്നിക്ക് PMR ആണ്. PMR എന്ന് പറയുന്ന പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ആണ്. അത്ലറ്റിക്സും പെർഫോമേഴ്സും ഒക്കെ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ്. അതായത് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഓഫ് മസിൽസിൽ നിൽക്കുന്ന ടെൻഷനെ റിലീസ് ചെയ്ത് വിടുക എന്നുള്ളൊരു ടെക്നിക്കാണ്. അതായത് ഉദാഹരണത്തിന് ഇപ്പം കാലുകളിലെ ടെൻഷൻ റിലീസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ടോസ് നല്ലപോലെ കേൾ ചെയ്ത് ഹോൾഡ് ചെയ്യുക, അവിടുത്തെ ടെൻഷൻ ഫീൽ ചെയ്യുക, എന്നിട്ട് പതിയെ ടോസ് വിടുക. അപ്പോഴേക്കും ആ ടെൻഷൻ റിലീസാവും. അതുപോലെ
കാഫ്, തൈസ്, അബ്ഡോമൻ ഇതേപോലെ ഫോക്കസ് ചെയ്ത് ടെൻസ് ചെയ്ത് റിലീസ് ചെയ്യുന്ന മെത്തേഡ്. ഇത് എക്സാമിനേഷൻ ഹാളിൽ കയറുന്നതിന് മുന്നേ ഒരു 3-4 റൗണ്ട് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നന്നാവും. ഇനി ഇത് ചെയ്യാൻ ഓരോരോ സ്ഥലം ചെയ്യാനുള്ള നമുക്കൊരു മനസ്സൊന്നും വരുന്നില്ല, നല്ല ആങ്ഷ്യസ് ആണെങ്കിൽ നമുക്ക് ഒബിയസ്ലി കയ്യിലും കാലിലും കണ്ണിലും വായിലും പല്ലും കടിച്ചിട്ട് പെട്ടെന്ന് നമുക്കിത് 3-4 പ്രാവശ്യം നമ്മളത് കംപ്ലീറ്റ്ലി അങ്ങ് ചെയ്ത് വിടുവാണെങ്കിൽ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് റിലീസ് ചെയ്യുവാണെങ്കിൽ കുറച്ച് റിലീഫ് നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഫൗണ്ടേഷണൽ ടൂൾസ് ആണ്. അപ്പോൾ കുറച്ച് ആങ്സൈറ്റിയൊക്കെ നമുക്ക് ഇതിൽ ഡീലായി പോകും. ചില ആളുകൾക്കൊക്കെ ഇത് എഫക്റ്റീവായി വരും. ഇതിൽ കീ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പേഴ്സണൽ ട്രിഗേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പേഴ്സണൽ ട്രിഗേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ ഒരു ടൈലേർഡ് അപ്രോച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1-to-1 ഒരു അപ്രോച്ചാണ് എപ്പോഴും എഫക്റ്റീവ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊന്നും ആങ്സൈറ്റി കുറഞ്ഞിട്ടില്ലെങ്കിൽ ഒബിയസ്ലി യു ഷുഡ് സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. ഒരു എക്സ്പേർട്ടിന് അതിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റും. മോർ ഒരു പേഴ്സണലൈസ്ഡ് അപ്രോച്ചാണ് എപ്പോഴും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ആങ്സൈറ്റിക്ക് നല്ലത്.